നമ്മുടെ പേപ്പർ ചെക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ന്യൂസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗോൾഡിൻ്റെ റേറ്റ് അല്ലേ. ഗോൾഡിൻ്റെ റേറ്റ് ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വലിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെപ്പോഴും ചിന്തിക്കുന്നുണ്ടാകും, ഓ അന്ന് പൈസ ഉണ്ടെങ്കിരുന്നെങ്കിൽ കുറച്ച് ഗോൾഡ് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇപ്പം നമുക്കത് വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എത്ര ലാഭം ഉണ്ടാവുമായിരുന്നു അല്ലേ. ഈവൻ ഈ ഗോൾഡിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു, എൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ സമയത്ത് ഒരു 54,000 സംതിങ് എത്രയോ ആയിരുന്നു ഗോൾഡിൻ്റെ റേറ്റ്. അയ്യോ അന്ന് കുറച്ച് ഗോൾഡ് വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പോഴെനിക്ക് അല്ലേ അതിൻ്റെ എത്രയോ കൂടിയിട്ടുണ്ട്, ഇപ്പോൾ ഒരു 73 ആ സംതിങ് ആയിട്ടുണ്ട് ഒരു പവൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അയ്യോ അന്ന് കുറച്ച് വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതലാവുമായിരുന്നു അല്ലേ. പക്ഷെ അന്ന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ ഇപ്പം നമ്മളിങ്ങനെയാണെങ്കിൽ ചിന്തിക്കും, അന്ന് എനിക്ക് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിന്ന് എത്ര ലാഭം ഉണ്ടാവുമായിരുന്നു അല്ലേ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് ഗോൾഡ് കോയിനെങ്കിലും വാങ്ങിച്ചിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ കുറേ പൈസ കിട്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ അല്ലേ. പക്ഷേ അന്ന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നോ അത് വാങ്ങിക്കാൻ? ഇല്ല. ഇപ്പോഴത്തെ വില വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അന്ന് വില കുറവായിരുന്നു, പക്ഷെ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറേ കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കുറേ കാലമൊന്നും കഴിയണ്ട, ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഗോൾഡിൻ്റെ വില ഇതിനേക്കാൾ കൂടുകയാണെങ്കിൽ അന്ന് നമ്മൾ ചിന്തിക്കും, ആ 73 ആയിരുന്ന സമയത്ത് കുറച്ച് വാങ്ങിക്കായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ റിഗ്രറ്റ് ഗോൾഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഗോൾഡിൻ്റെ കാര്യം മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പല കാര്യങ്ങളിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് റിഗ്രറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിഗ്രറ്റിൻ്റെ എണ്ണം എടുക്കാൻ വേണ്ടിയിട്ടല്ല മിസ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഈ റിഗ്രറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് അന്ന് ചെയ്യാൻ പറ്റിയിരുന്ന കാര്യങ്ങളും ഉണ്ടാവും, ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് അന്ന് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. പക്ഷേ മറ്റു ചില കാര്യങ്ങളുണ്ടാവും നമ്മൾക്കന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു, അതായത് വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നിങ്ങളുടെ പഠിത്തം. ഓക്കെ, നിങ്ങൾ നമ്മളുടെ എക്സാം ആവുന്ന സമയത്ത് അല്ലേ പലർക്കും ഈ ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നോ, അയ്യോ അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇത്ര ടെൻഷൻ അടിക്കേണ്ടി വരികയായിരുന്നില്ലല്ലോ, ഇനി പേപ്പർ എങ്ങാനും കുറച്ച് ടഫായിരുന്നെങ്കിൽ അയ്യോ അന്ന് നല്ലപോലെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ പേപ്പർ നല്ലപോലെ എഴുതാൻ പറ്റുമായിരുന്നല്ലോ, നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും നല്ല മാർക്സ് ഉണ്ട് നിങ്ങൾക്ക് മാർക്സ് കിട്ടുന്നില്ലെങ്കിൽ അന്ന് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് മാർക്സ് നല്ലപോലെ സ്കോർ ചെയ്യാമായിരുന്നല്ലോ, എല്ലാവരെ പോലെ ഞാനും ടോപ്പർ ആവുമായിരുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പൈസയുടെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. ഓക്കെ, ആ ഒരു റിഗ്രറ്റ് ഇനി നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഏറ്റവും നേരത്തെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ഇനി +1 വരാൻ പോകുന്നത്. അപ്പോൾ +1 എത്തുന്ന സമയത്ത് നിങ്ങൾ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ വളരെ മോശമായിട്ട് ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ +1 വരുമ്പം 10ാം ക്ലാസ്സിൽ നിന്നൊരു വലിയ എടുത്തുചാട്ടമാണ്, എടുത്തുചാട്ടം നല്ലൊരു കുതിച്ചു ചാട്ടമാണെന്ന് പറയാം. കാരണം സിലബസിലായാലും ചാപ്റ്ററിൻ്റെ എണ്ണത്തിലായാലും കണ്ടൻറ്റിലായാലും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടില്ല, വളരെ സ്ട്രക്ചേർഡായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലേ നമ്മളെ റിഗ്രറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകര നിരാശയായിരിക്കും നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളുടെ എക്സാമിനർ നമ്മൾ +1 അഗ്നി ബാച്ച് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാണ്. May 12th തന്നെ നമ്മളുടെ +1 അഗ്നി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ് ഞങ്ങൾക്ക് ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല, ഞങ്ങൾക്ക് ഏത് സ്കൂളാണെന്ന് ഉറപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ഏത് സ്ട്രീമാണെന്ന് ഉറപ്പിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ചിലരെങ്കിലും ഞാൻ സയൻസ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കൊമേഴ്സ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്തായാലും നീറ്റൊക്കെ എക്സാം എഴുതി ഞാൻ ഡോക്ടർ ആവാൻ പോവാണ്, അങ്ങനെ ഉറപ്പിച്ച ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ സയൻസ് അല്ല കൊമേഴ്സ് അല്ല നിങ്ങൾ ഉറപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ എക്സാമിനർ നമുക്ക് സയൻസും ഉണ്ട് കൊമേഴ്സും ഉണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ മുതൽ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇത് മിസ് പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അഗ്നി ബാച്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആണുള്ളത് 4,999 ആണ്. പക്ഷേ May 12th നമ്മളുടെ അഗ്നി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫീസിലേക്ക് വരുന്നുണ്ടാകും, അതായത് 6,000 rupees ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, കാരണം ലൈവ് ക്ലാസ്സുകളാണ് നമ്മുടെ ബാച്ചിൽ ഉണ്ടാവുക. അപ്പോൾ ലൈവ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താ, നിങ്ങൾക്ക് +1 വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ കുറേ ടെൻഷൻ ഉണ്ടാകും, ചാപ്റ്ററിൻ്റെ ഡെപ്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത് ലൈവ് ആണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഈ May 12th ശേഷമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലൈവായിട്ടുണ്ടാവില്ല, പക്ഷെ അതിൻ്റെ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈവ് ക്ലാസ് മിസ് ചെയ്യും. പിന്നെ നമ്മുടെ ഫീ എന്ന് പറഞ്ഞാൽ നോർമൽ ഫീ ആയിരിക്കും, ഓഫർ ഫീ ഉണ്ടാവില്ല.
അപ്പോൾ ഈ കാര്യങ്ങളൊന്നും വേണ്ട, നേരത്തെ തന്നെ ഈ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ, റിഗ്രറ്റ് ഒന്നും ഇല്ലാതെ പഠിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ പൃഥ്വി ബാച്ചിൻ്റെ ഒക്കെ കാര്യം. ഓക്കെ, ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സാകും, ഓഫർ ഫീ ഉണ്ടാവില്ല. നമ്മളുടെ ജ്വാല ബാച്ച്, കൊമേഴ്സിൻ്റെ ബാച്ചിലും വീര ബാച്ചിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു റിഗ്രറ്റ് ഒന്നും ഇല്ലാതെ, ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ഈ ഒരു ഓഫർ പ്രൈസും ലൈവ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് എൻ്റെ മക്കൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കാതെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. നമുക്ക് ലൈവ് ക്ലാസ്സിലൂടെ നമ്മുടെ എക്സാമിനർ ടീമിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.